വാ 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 ഇങ്ങോട്ട് വാ. എന്തോരം പറന്ന് കിടക്കണേന്ന് നോക്കിയേ. അതെന്തുവാട്ടോ ഒരു ശബ്ദം കേട്ട അവിടെ? വീണതാണ് അല്ലേ? തേങ്ങ വീണതായിരിക്കും. അതിൽ ഇത്രയും ദൂരത്തോട്ട് അത്രയും ശബ്ദം കേൾക്കുമോ? ചേട്ടാ, വേസ്റ്റ് കൊണ്ട് ഇട്ടതാണല്ലോ ഇത്. നോക്കിയേ, ദേ അതിലുണ്ടായി കിടക്കുന്ന സാധനം നോക്കിയേ. ഇത് എനിക്ക് തോന്നുന്നതേ കുക്കുംബർ അല്ലേ? കുക്കുംബറാണത്. അവിടെ ചവിട്ടി താഴുവോ? എന്തുവാ അടുത്തല്ലേ? ആണോ? തണ്ണിമത്തന്റെ ഇങ്ങനെയാണോ? അത് ചെറുതല്ലേ? അപ്പുറത്തുണ്ടോ നോക്കിയേ. അതിലേ കിടന്നു പോയാ അപ്പുറത്തുണ്ടെങ്കിൽ കാണാട്ടോ. ഇതെവിടെ ഉണ്ടോന്നൊരു സംശയമുണ്ട്. മൂടി ഇരിക്കുന്നുണ്ട്. തണ്ണിമത്തനുണ്ടായേക്കണം. മത്തനുമാണ് കേട്ടോ. അതങ്ങ് മൂടിയിട്ടേരേട്ടാ. ആണട്ടോ ഇത്. എന്തുവാട്ടാ? വെള്ളം തളഞ്ഞു നിർത്തുന്ന ചെറിയ ചെറിയ കുളം പോലെ കുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ മേലെയൊക്കെ കാട് പിടിച്ചിങ്ങനെ കിടക്കണ കാരണം കാണാൻ പറ്റാത്തതാണേ. ഉണ്ടോ? കൊച്ചു കൊച്ചു കുളം പോലെ. വേണ്ടാണ്ടിരി. ഇതിലേ ഒടിച്ചു കുത്തി നാരകം ആണിത്. ഇത് അങ്ങനെ പടർന്ന് പന്തലിക്കുള്ളൂ. ഭയങ്കര കയ്പാണ് ഇതിന്. ഈ ഉപ്പിലിടാനൊക്കെ നല്ലതാണ്, കറി വയ്ക്കാനും. പക്ഷെ കയ്പെന്ന് പറഞ്ഞത് അതിൻ്റെ ഏത് ഭാഗത്തും ഇരിക്കണാവോ കയ്പ്. തൊണ്ട് കുത്തി കളഞ്ഞാലും കയ്പാണത്. തൊണ്ടോട് കൂടിയിട്ട് ഭയങ്കര കയ്പായിരിക്കില്ലേ? ഇതാണ് അതിൽ ഒടിച്ചു കുത്തി. ഈ എവിടെ താഴെ ഇത് ഉണ്ടാവാൻ തുടങ്ങിയ ഒരറ്റ അറിയില്ല. അതിന് മാത്രം ഉണ്ടാവും ഇത്. ഒരു കറിക്കുള്ള മുരിങ്ങയില ഞാൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്കിതൊരു കണ്ടെയ്നറിലിട്ട് വെച്ചാൽ അത്യാവശ്യം നമുക്ക് എന്തിൻ്റെ കൂടെയെങ്കിലും തോരനോ പരിപ്പിട്ട് കറി വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അടുക്കളയിലെ പാചകത്തിലേക്ക്. മുരിങ്ങ ഇല തോരൻ ഉണ്ടാക്കാൻ മണ്ണ് എനിക്ക് നല്ല വെട്ടിക്കളഞ്ഞിട്ട് പൊടിച്ച് വന്ന നല്ല ഇളം മൂപ്പുള്ള ഇല കുറച്ച് കിട്ടി. അപ്പോൾ ഞാനത് അടർത്തി ഇപ്പോൾ തോരൻ വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. മുരിങ്ങയില തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും മുരിങ്ങ ഇലയുടെ ഗുണവിശേഷങ്ങളെല്ലാനും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ മുരിങ്ങയില ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴുകി ക്ലീൻ ചെയ്തെടുത്ത മുരിങ്ങയില വെളിച്ചെണ്ണ കാഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളക്, ഉള്ളി, കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മുരിങ്ങയിലിട്ട് തുടരെ ഇളക്കി അല്ലെങ്കിൽ അട പോലെ ഇരിക്കും ഇത്. തുടരെ ഇളക്കിയിട്ട്
ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം റെസിപ്പി ഇടാത്തതാണ് കേട്ടോ. ആവിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്തത് കേട്ടോ. നമുക്ക് തേങ്ങ ചിരണ്ടിയത് പച്ചമുളകും കൂട്ടി ചതച്ചത് ഇട്ട് ഇളക്കി വേവുമ്പോൾ നമുക്ക് ഇലയുടെ വേവ് നമുക്കറിയാമല്ലോ. വേവണം ഇല, അല്ലെങ്കിൽ ആ ഒരു രുചി എനിക്കിഷ്ടമല്ല. എനിക്ക് ഇല നല്ല വേവണം. അപ്പം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഉണ്ടാക്കി വെച്ചത് കാണിച്ചു തരാം. നമ്മുടെ മുരിങ്ങ ഇല തോരൻ റെഡിയായി. അടിപൊളി തോരനുണ്ടോ, നല്ല ടേസ്റ്റാണ്. കിളുന്ത് ഇല ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു രുചിയാണ് അതിന്. ചിക്കൻ കറി ഉണ്ടാക്കാൻ പാടട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഇത് വലിയ കഷ്ണം ഞങ്ങൾ ചെറുതാക്കും, ഇതിൻ്റെ പകുതിയേ എടുക്കുള്ളൂ. പകുതി എടുത്ത് കഴുകി വാരി കൊണ്ടുവരട്ടെ, നല്ല ക്ലീനാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാനുള്ള സാധനമൊക്കെ ഞങ്ങളുടെ പേർക്ക് അരിഞ്ഞു തന്നു. അപ്പോൾ ഞാനിത് മുൻകൂട്ടി പറയണതെന്ന് വെച്ചാൽ, ഞാനിവിടെ വെച്ചുകൊണ്ട് പോണ വഴി ചിലപ്പോൾ അങ്കിൾ വന്നുകൊണ്ട് എല്ലാം കൂട്ടി തിരുമ്മി തട്ടിപ്പൊത്തിയ വയ്ക്കും. അപ്പോൾ ഇതൊന്നും പറയാനും പറ്റില്ല, എന്നും അങ്ങനെയാണ്. ഇപ്പോൾ തേങ്ങ പൊതിക്കാൻ പോയേക്കാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതൊക്കെ അരിഞ്ഞ് വെച്ച്, പച്ചമുളക്, ഇഞ്ചി, സവാള എല്ലാം അരിഞ്ഞ് വെച്ചു. അപ്പം ഞാനിതൊന്ന് രണ്ടാക്കി വിഭജിച്ച് കഴുകി കൊണ്ടുവരട്ടെ, ബാക്കി വന്നിട്ട്. ഇനി പിന്നെയും കളയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേനും അങ്ങേര് പണി ഒപ്പിച്ചു. അതായത് എല്ലാം തിരുമ്മലും കഴിഞ്ഞു. എന്തൊക്കെയാ ചേർത്തതെന്നുള്ളതൊക്കെ പറയേ. ഉപ്പ്, പച്ചമുളക്, ഉപ്പ്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, സവോള, ഇഞ്ചി, അത് പറഞ്ഞു. പിന്നെ അതേ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി കലക്കിയത്. ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്താ? അതൊക്കെ ചേർത്തു. അത് മുന്നേ പറഞ്ഞില്ലേ, വിനാഗിരി, വെളിച്ചെണ്ണ. അതെയാ? വെളിച്ചെണ്ണ ഇവിടെ സ്വകാര്യം പറയാണേ, വെളിച്ചെണ്ണ ചേർത്തില്ല കേട്ടോ. ഇവിടെ ഈ വീഡിയോ പിടിക്കണ കാര്യങ്ങളും ഒക്കെ കൂടെ കൂടി ഒരു ദിവസം ഇടേണ്ടത് അത്യാവശ്യമാണ്. വെളിച്ചെണ്ണയും ചേർത്ത് കേട്ടോ. ഇത് ഞാൻ ഓടി വരുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ ചെയ്ത് തീർത്ത് വെച്ചേക്കും. പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ പിടിക്കും? ഞാൻ എത്ര പറഞ്ഞാലും അതെന്തുവാ, ചൊറുക്കയാ പീസ് ഇട്ടാ? അത് മതി, സവാളയ്ക്ക് വില കൂടുതലാണെന്നല്ലേ പറഞ്ഞേ. തിരുമിക്കോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത്. എന്നാലും മതി, പുഴുങ്ങിയിട്ട് ഇട്ടാലും നല്ലതാണ്, ഇങ്ങനെ ഇട്ടാലും നല്ലതാണ്. അപ്പോൾ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, പകുതി ഇനിതാ കഴുകി തരാം. പിന്നെ തേങ്ങാപ്പാലിലാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് എന്നുമേ ഞാൻ കാണിക്കുന്ന കറി തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എപ്പോഴുള്ളവർ ഈ കറി കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ വെക്കണേന്നുള്ളത് അവർ പുതിയതായിട്ട് വന്നവരായിരിക്കാം. അപ്പം ഞാൻ പറയും, ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. എന്ന് ചിക്കൻ വാങ്ങുമ്പോഴും അത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇടാറുമുണ്ട്. എന്ന് പറഞ്ഞാലും അതൊക്കെ അവർക്ക് നോക്കി രണ്ടാം പാല് ഒഴിച്ച് അടപ്പത്തേക്ക് വെക്കുകയാണ്. ഇനി ഇതൊന്ന് കുറുകി ഉരുളക്കിഴങ്ങ് വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നാം പാല് ഒഴിക്കും. അതാണ് ഈ കറിയുടെ അവസാന ഭാഗം. ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കറി ആണ് ഇത്. അപ്പോൾ ഉരുളിയിലാണ് ഉണ്ടാക്കിയതെങ്കിലും ഒന്നാം പാൽ ഒഴിക്കണ നേരത്തെ ഞാനിവിടെ ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ അങ്കിളാണത് കറക്റ്റാക്കിയത്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോയ നേരം കൊണ്ട് ഒന്നാം പാലൊഴിച്ച് തിള വന്നപ്പോൾ ഇറക്കി മുളകൊക്കെ കാച്ചി ഇട്ടതാണ് കേട്ടോ ഇത്.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ആ നേരത്ത് ക്ലിയറായിട്ട് എല്ലാം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ കറി പകർത്തി മാറ്റി വയ്ക്കുകയും ചെയ്തു. മാറ്റി വെച്ചെന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ കോരി അലമ്പിയിട്ട് പിന്നെ വയ്ക്കാൻ കൊള്ളില്ലല്ലോ. അപ്പോൾ അത് കാരണം എടുത്ത് മാറ്റി വയ്ക്കേണ്ടത് ഓരോ പാത്രങ്ങളിൽ എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പാത്രത്തിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാനത് ഈ പാത്രത്തിലാക്കി ഒന്ന് തിള വരുത്തി ഇത് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പം ഇതാണ് ഒന്നാം പാല് ഒഴിച്ച് കറി തിളപ്പിച്ചിറക്കിയത്.